വീഡിയോ കാണുന്ന പലരും പഠിച്ചു വെച്ചിരിക്കുന്നത് രണ്ട് തിരിച്ചാണ് നേരെയാകുന്നത്. പലരും ചിരിക്കുന്നുണ്ട് വീഡിയോ കണ്ടു തന്നെ. കാരണം തെറ്റാണ്. വണ്ടി ഓടിക്കുന്നതിന് എന്ത് ചെയ്യും, ഇങ്ങനെ ഇട്ട് തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ നിർത്തി ഇങ്ങനെ ഇട്ട് നേരെയാകാൻ തിരിച്ചു കഴിഞ്ഞാൽ വീല് തേയത്തില്ലെന്ന് തോന്നാം. എന്തായാലും നമ്മുടെ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് വീൽ എന്തായാലും ഈ വായുവിലല്ല കിടന്ന് കറങ്ങുന്നത്. എവിടെ തന്നെയാ? നിലത്ത് തന്നെ നിങ്ങൾ കറങ്ങുന്നത്. ഇങ്ങനെ ഇട്ട് തിരിക്കേണ്ട കാര്യമുണ്ട്. വണ്ടി മുൻപോട്ടൊന്ന് എടുത്താൽ അറിയത്തില്ല വണ്ടി തിരിഞ്ഞു കിടക്കണമെന്ന്. അറിയാവുന്നവർക്കാണെങ്കിൽ അനക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, വണ്ടിയുടെ സ്പീഡ് കൂട്ടാതെ ക്ലച്ച് കൺട്രോൾ ചെയ്ത് വീല് അനക്കി അല്ലെങ്കിൽ ഒന്ന് റിവേഴ്സ് ഇട്ടാന്നേലോ ഒന്ന് അനക്കി വീല് നേരെയാക്കാൻ കഴിയും. ആ സമയത്ത് തുടക്കക്കാരെ സംബന്ധിച്ചോളം ആ ഒരു ബാലൻസ് വരാത്തോണ്ട് എന്ത് ചെയ്യും, ഇതിനല്ല ഒരു സംശയമാണ്, വീൽ എപ്പോഴും നേരെയാകും, എടുത്തു കഴിഞ്ഞാൽ സ്വല്പം മുൻപോട്ട് എടുക്കുമ്പോൾ അവിടെ തട്ടില്ല എന്നുള്ള സംശയം കാണാൻ ചെയ്തില്ല. അവർക്ക് പേടിയാണ്. ഉദാഹരണത്തിന് ഇവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, 1, 2 കണ്ടോ, വീല് കിടക്കുന്ന എങ്ങോട്ടൊന്ന് നോക്കി, ഏതായാലും വഴിക്കൂടെ തിരിഞ്ഞു കിടക്കും. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു ഭാഗം നോക്കിക്കൊണ്ട് ചെയ്യാതെ ഈ പറയുന്ന രീതിയിൽ തന്നെ ചെയ്താൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് വീലിന്റെ പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നുകൊണ്ട് എങ്ങനെ വീലിന്റെ പൊസിഷൻ മനസ്സിലാക്കാം, കൃത്യമായിട്ട് പലർക്കും സംശയമാണ്. കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല. ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുമ്പോൾ വീൽ എങ്ങോട്ടാണ് തിരിഞ്ഞു കിടക്കുന്നത്, നേരെയാണോ എന്നൊരു ബോധ്യം കിട്ടുന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അറിയാവുന്നവരാരും ഇത് കാണണമെന്നില്ല. കാരണം അറിയാവുന്നവർക്കൊക്കെ പല ഡയലോഗുകളുണ്ട് പറയാനും കമന്റ് ചെയ്യാനും ഒക്കെ. കാരണം വണ്ടി മുമ്പോട്ടൊന്ന് എടുത്തുകൊണ്ട് നേരെയാക്കിയാൽ പോരെ, അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി തിരിഞ്ഞു കിടക്കുവാണെങ്കിൽ എടുക്കുമ്പോൾ അറിയാമല്ലോ, അല്ലെ തലയിട്ട് വെള്ളിലിട്ട് നോക്കി അറിയത്തില്ലേ എന്നൊക്കെ പലർക്കും തോന്നാം. അറിയാത്തവർക്ക് ഇതൊക്കെ ഭയങ്കര സംശയങ്ങളാണ്. കാരണം ഈ ഒരു വീഡിയോ കാണുന്ന 90% ആൾക്കാരെ അറിയാത്തവർക്കാണെങ്കിൽ അവർക്ക് ഇത് പറയുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്, ശരി എനിക്കത് അറിയണം, ഡ്രൈവിംഗ് സീറ്റ് എനിക്കൊരു ബോധ്യം കിട്ടുന്നില്ല, അതെന്ത് ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് നേരെയാണെന്നൊരു പിടി കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവര് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റയും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴിയാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരുടെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് ഒരു വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് കൃത്യമായിട്ട് വീലിന്റെ പൊസിഷൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കാരണവശാലും ഇത് പലരും പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഇതുണ്ട്, ഈ സ്റ്റിയറിങ് ഈ ഒരു ഭാഗം നേരെ താഴെ വരുമ്പോൾ സ്ട്രെയിറ്റ് ആണെന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഞാനിതിപ്പോ നിങ്ങളെ ഉദാഹരണം ഞാൻ നേരത്തെ നിങ്ങളെ തെളിവ് സഹിതം കാണിച്ചു തരാം. ഇത് കണ്ട, ഇതിപ്പോ പുള്ളി ലോക്ക് ചെയ്തു, ഇത് നേരെ താഴെ വന്നു എന്ന് പറഞ്ഞോണ്ട് വീല് നേരെ ആകുന്നില്ല. നിങ്ങൾ നോക്കിയേ, ഇതുകൊണ്ട് ഞാനിപ്പോ ഇത് താഴെ കൊണ്ടുവന്നു, പക്ഷെ വീല് ഇരിക്കുന്ന കണ്ട. അങ്ങനെയല്ല, വീണ്ടും ഞാൻ ഒന്നുകൂടെ തിരിക്കാം, കണ്ട, വീണ്ടും ഞാൻ ഒന്നുകൂടെ തിരിച്ചു, കണ്ട, ഇത് താഴെ വന്നു, വീല് നോക്കിയേ, അത് വേറെ പൊസിഷനിലാണ് പോയിരിക്കുന്നത്. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ ഇത് സ്ട്രെയിറ്റ് ആണെന്നും പറഞ്ഞ് നിങ്ങൾ നോക്കിയിരിക്കരുത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പലരും പല കമന്റുകൾ ചെയ്തു വീഡിയോക്കകത്ത്. വണ്ടി ഒന്ന് മുമ്പോട്ട് എടുത്തോണ്ട് ഞാൻ അറിയത്തില്ലേ, അതുപോലെ തന്നെ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞാൽ തിരിക്കുമ്പോൾ വീല് തേഞ്ഞു പോകില്ലേ, അതുപോലെ തന്നെ ഇതിന്റെ ആവശ്യമുണ്ടോ, തലയൊന്ന് വെളിയിലോട്ട് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയില്ല. ഞാൻ അതിന്റെ ഉദാഹരണ സഹിതം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളത്. അതായത് ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഫുള്ളായിട്ട് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ വിരലിന്റെ ഭാഗം കൊണ്ട് വരാതെ നമ്മുടെ ഈ ഒരു ഭാഗം കൊണ്ട് സ്റ്റിയറിംഗ് നിർത്തുക. കണ്ടോ, ഈ ഒരു കൈ മലത്തി പിടിക്കുക, വിരലൊക്കെ അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് ഇതിന്റെ അളവുകൾ ഫുള്ളായിട്ട് നമ്മളൊന്ന് എടുക്കുക. ഇപ്പൊ നിങ്ങൾ നോക്കണം, ഉദാഹരണം ഞാൻ ഈ ലോക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ആ ഒരു ഭാഗം സ്റ്റാർട്ട് ചെയ്തപ്പോൾ 1 എണ്ണി, വീണ്ടും 2 ആയി, വീണ്ടും 3 ആയി, വീണ്ടും ചോദിച്ചപ്പോഴോ 3.5. അപ്പം ഈ വാഹനത്തിന്റെ അളവ് എത്രയാ? 3.5 കാരണം ഓരോ വാഹനത്തിന്റെ അളവുകൾ വ്യത്യസ്തമാണ്. നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് ഒടിവുള്ള വാഹനവും ഒടിവ് കുറവുള്ള വാഹനവും. അപ്പൊ അതിനകത്ത് തന്നെ ചോദ്യത്തിനകത്ത് തന്നെ ആൻസർ ഉണ്ടെന്ന് പറഞ്ഞതുപോലെ, ഒടിവുള്ള വാഹനത്തിന് എന്തായാലും സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അളവും കൂടുതലായിരിക്കും. ഒടിവ് കുറവുള്ള വാഹനത്തിനോ അളവ് കുറവായിരിക്കും. അപ്പൊ അവിടെ തന്നെ ചോദ്യത്തിന് നമുക്ക് ആൻസർ മാറിപ്പോയി. കാരണം പഠിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു വീഡിയോ കാണുന്ന ഒരു പലരും പഠിച്ചു വെച്ചിരിക്കുന്നത് രണ്ട് തിരിച്ചാണ് നേരെയാകുന്നത്. പലരും ചിരിക്കുന്നുണ്ട് വീഡിയോ കണ്ടു തന്നെ. കാരണം തെറ്റാണ്. നമ്മൾ ഒരു വണ്ടിയുടെ 2 തിരിച്ചാൽ നേരെയാകണമെന്നില്ല. അതൊരു വേറൊരു അളവിലുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം, അത് പുറകാലെ കാണിച്ചു തരാം. അതെങ്ങനെയാണ് 2 വരുമ്പോൾ അളവാകുക എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടു, ഞാൻ ഈ അറ്റത്തുനിന്ന് ഈ അറ്റം വന്നപ്പം 3.5 ഈ വണ്ടിയുടെ അളവ്. അപ്പൊ നമുക്ക് തന്നെ അറിയാം ഇങ്ങേ അറ്റത്തുനിന്നാണ് ഇങ്ങേ അറ്റത്തോട്ട് വന്നത്. അപ്പൊ ഈ അറ്റം വരുമ്പോഴത്തേന് 3.5 ആയി. അതിന് നേരെ പകുതി വരുമ്പോഴേ നേരെ ആവുള്ളൂ. നമുക്ക് തന്നെ അറിയാം, സ്വല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നേരെ ആവില്ല. അപ്പൊ ഈ 3.5യുടെ പകുതി എന്ന് പറയുമ്പം എവിടെ വരണം? 1.25 വരണം. അപ്പൊ ഞാൻ ഈ 1.25 തിരിക്കാൻ പോവാണ്. വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഇടുന്നതിന് തനിയെ വാഹനം ഓടിക്കാൻ പേടിയാണ്. അങ്ങനെയുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്താൽ, നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്.
ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിച്ചിരിക്കും. ആ ട്രിക്കും ടിപ്സും എന്താണ് വീഡിയോയിൽ പറയുന്നത്, പലർക്കും പല പല മിസ്റ്റേക്കുകളാണ്. ഒരാളുടെ മിസ്റ്റേക്ക് അല്ല മറ്റൊരാൾക്ക്, മറ്റൊരാളുടെ മിസ്റ്റേക്ക് അല്ല മറ്റൊരാൾക്ക്. അതുകൊണ്ടാണ് നമുക്ക് സ്വന്തം വണ്ടി വീട്ടിലുണ്ടായിട്ട് നമുക്ക് സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സെറ്റ് കയറി ഒന്ന് മുൻപോട്ട് എടുക്കാൻ പോലും പേടി തോന്നാനുള്ള കാരണം. അപ്പം ഞാൻ പലയിടത്തും ക്ലാസ്സിന് ചെല്ലുമ്പോൾ പലരോടും ചോദിക്കാറുണ്ട് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന്. അപ്പം പല പല മിസ്റ്റേക്കുകളാണ് പറയുന്നത്. അപ്പം ഞാൻ കയറി ഇരിക്കട്ടെ, ഞാൻ കഴിയുമ്പോൾ പറയാം. അപ്പൊ കയറ്റി ഇരുത്ത് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയാം നിങ്ങളുടെ മിസ്റ്റേക്ക് നിങ്ങൾ പറഞ്ഞ മിസ്റ്റേക്ക് അല്ല, ഇന്ന മിസ്റ്റേക്കാണ്. അപ്പൊ ആ മിസ്റ്റേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കാം എന്നും പറഞ്ഞ തെളിവ് സഹിതം കാണിച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വണ്ടി ഓടിപ്പിക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത്. കാരണം ആ ട്രിക്കും ടിപ്സും പലർക്കും പല പല മിസ്റ്റേക്ക് ആയതുകൊണ്ട് ആ ട്രിക്കും ടിപ്സും വീഡിയോയിൽ പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയാതെ വരും. ഞാൻ ഉറപ്പ് തരുന്നു. നിങ്ങളെ എന്റെ ജില്ല ഏതാണ് കരുതണ്ട, പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കുകയാണ് എന്റെ ജില്ല വരും, എന്റെ ജില്ല വരും. നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും കേരളത്തിലാണോ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യും. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. കണ്ടോ, കണ്ട 1:45. നിങ്ങൾ ആ വീലൊന്ന് നോക്കിയാൽ ഞാൻ ഈ ഒരു ഭാഗത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. വീല് നേരെ കണ്ട ഈ 1:45 തിരിച്ചു. ഞാൻ വീട് ഉദാഹരണത്തിന് ഇങ്ങോട്ട് കാണിച്ചു തരാം. ഈ ഫുള്ളി ലോക്കായി. ഞാൻ ഇവിടുന്ന് 1:45 തിരിക്കാൻ പോവാണ്. 1:45 എന്ന് പറയുമ്പോൾ എവിടെ വരണം? ഇവിടെ വരണം. കണ്ട ഞാൻ അവിടെ വന്നപ്പോ കണ്ട വീല് നേരെ കണ്ട ഈ ഭാഗോ ഇവിടെ വന്നതേ ഉള്ളൂ. കണ്ട ഈ ഒരു എവിടെ ആയപ്പോഴത്തേനും എന്ത് ചെയ്തു, ഇത് നേരെ അല്ല ഇരിക്കുന്നത്, ഇത് ചരിഞ്ഞായിരിക്കുന്നത്. പക്ഷെ വീലോ നേരെയാണ്. അപ്പൊ നിങ്ങൾക്ക് തെളിവ് സഹിതമാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പൊ ആ ഒരു രീതി നമുക്കൊന്ന് ചെയ്യാം. അപ്പൊ ഈ ഒരു രീതി ചെയ്ത് കഴിയുമ്പോൾ ഈ വീഡിയോ കാണുന്ന അറിയാവുന്ന ഒരു വണ്ടി ഓടിക്കുന്നതിന് എന്ത് ചെയ്യും, ഇങ്ങനെ ഇട്ട് തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ നിർത്തി ഇങ്ങനെ ഇട്ട് നേരെ ആകാൻ തിരിച്ചു കഴിഞ്ഞാൽ വീല് തേയത്തില്ലെന്ന് തോന്നാം. എന്തായാലും നമ്മുടെ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ വായുവിലല്ല കിടന്ന് കറങ്ങുന്നത്, എവിടെ തന്നെയാ, നിലത്ത് തന്നെ നിങ്ങളെ കറങ്ങുന്നത്. പിന്നെ എന്താ പറഞ്ഞ പോലെ ഇങ്ങനെ ഇട്ട് തിരിക്കേണ്ട കാര്യമുണ്ടോ, തല വെളിയിലോട്ട് ഇട്ട് നോക്കിയാൽ അറിയില്ലേ എന്ന് അടുത്ത് കണ്ടില്ലേ, ഇങ്ങനെ തല വെളിയിലോട്ട് ഇട്ട് നോക്കിയാൽ അറിയില്ലേ എന്ന് പലർക്കും തോന്നാം. സ്വാഭാവികമായിട്ടും ഒരു വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുന്ന ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചോളം ഈ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്യത്തില്ല, അവരുടെ ഈ പുറം ഭാഗം ഇവിടെ നിന്ന് അനങ്ങില്ല. ഈ ഒരു രീതിയിൽ അനങ്ങി വരികയില്ല. കാരണം നല്ല ബാലൻസ് ആയി വരുമ്പോഴേ എന്ത് ചെയ്യത്തുള്ളൂ, അവരുടെ ഈ ഒരു ഭാഗം ഇവിടെ കിടന്ന് ഇങ്ങനെ ചലിക്കുകയുള്ളൂ. നല്ലൊരു ബാലൻസ് ആയി വരുന്നവർ ചലിക്കുകയുള്ളൂ. വണ്ടി ഓടിക്കാൻ അറിയാവുന്നവരെ, അപ്പൊ ഞാനിപ്പം ഈ വണ്ടി ഓടിക്കാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും ഞാൻ നോക്കാത്തതുകൊണ്ടാണ് കാണാത്തത്. അതേസമയത്ത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചോളം അവരുടെ തല എന്ത് ചെയ്തില്ല, ഈ ഒരു പുറം ഇവിടെ നിന്ന് അനങ്ങത്തില്ല. എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെയിട്ട് തിരിക്കേണ്ട കാര്യമുണ്ട്. വണ്ടി മുൻപോട്ടൊന്ന് എടുത്താൽ അറിയത്തില്ല വണ്ടി തിരിഞ്ഞു കിടക്കുകയാണെന്ന് പലർക്കും തോന്നാം. സ്വാഭാവികമായിട്ട് നമ്മൾ എപ്പോഴും ആ വീല് സ്ട്രെയിറ്റ് ആണോ നേരെയാണോ നമ്മൾ നോക്കുന്നത്. ഒരു സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് നമ്മൾ എവിടെയും കൊണ്ട് നിർത്തിയിട്ട് കഴിയുമ്പോഴായിരിക്കും നമുക്ക് വീല് നേരെയാക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. ആ സമയത്ത് മുമ്പിലോട്ട് എടുക്കാനുള്ള സ്പേസ് കാണില്ല. എടുക്കുന്ന കൂട്ടത്തിൽ നേരെ ആയില്ലെങ്കിൽ അവിടെ തട്ടുന്നുള്ള പേടിയാണ് ആർക്ക്, ഈ തുടക്കക്കാരനെ സംബന്ധിച്ചോളം. അറിയാവുന്നവർക്കാണെങ്കിൽ അനക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, വണ്ടിയുടെ സ്പീഡ് കൂട്ടാതെ ക്ലച്ച് കൺട്രോൾ ചെയ്ത് വീല് അനക്കി അല്ലെങ്കിൽ ഒന്ന് റിവേഴ്സ് ഇട്ടാന്നേലോ ഒന്ന് അനക്കി വീല് നേരെയാക്കാൻ കഴിയും. അതേസമയത്ത് തുടക്കക്കാരനെ സംബന്ധിച്ചോളം അവരുടെ കാലുകൾക്ക് ബന്ധം വന്നിട്ടില്ല, ഇവിടെ ക്ലച്ചുമായിട്ട് ബന്ധം കൂടുതലായിട്ട് കിട്ടില്ല. കാരണം ക്ലച്ചാണ് ഡ്രൈവിങ്. അപ്പൊ ആ ഒരു ബന്ധം വരുമ്പോൾ നമുക്ക് തന്നെ സ്റ്റിയറിംഗിന്റെ ബാലൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുമെന്ന് ഒരു ബോധ്യം എപ്പോഴേ വരുള്ളൂ, നല്ല പോലെ വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർക്കേ വരത്തുള്ളൂ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുമെന്നുള്ളത്. അത് ആ ഉദ്ദേശം വെച്ചാണ് അങ്ങനെയുള്ള കമന്റുകളൊക്കെ അവരിടാനുള്ള കാരണം. ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചോളം ആ ഒരു ബാലൻസ് വരാത്തതുകൊണ്ട് എന്ത് ചെയ്യും, ഇതിനെല്ലാം ഒരു സംശയമാണ്, വീൽ എപ്പോഴും നേരെയാകും, എടുത്തു കഴിഞ്ഞാൽ സ്വല്പം മുൻപോട്ട് എടുക്കുമ്പോൾ അവിടെ തട്ടില്ല എന്നുള്ള സംശയം കാണാൻ എന്ത് ചെയ്തില്ല, അവർക്ക് പേടിയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. പിന്നെ മുമ്പ് പറഞ്ഞതുപോലെ രണ്ട് തിരിച്ചാൽ നേരെയാകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഏതേലും ഭാഗത്തേക്ക് ലോക്ക് ചെയ്യുക. ഏതേലും ഭാഗത്തേക്ക് ലോക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു സംഭവം രണ്ടാമത്തെ പ്രാവശ്യം താഴെ വരുമ്പോൾ, അപ്പൊ നമുക്ക് രണ്ടാകുന്നില്ല, അളവ് രണ്ടാകുന്നില്ല. ഈ അളവ് രണ്ടാകണമെങ്കിൽ ഇവിടുന്ന് ഇവിടെ വന്നാലേ ഒന്നും, ഇവിടെ വന്നാലേ രണ്ടാവുള്ളൂ. പക്ഷെ ഈ ഒരു അളവല്ല രണ്ട് പറയുന്നത്. ഈ ഒരു സംഭവം ഇത് നേരെ താഴെ വരുമ്പോൾ അവിടെ ഒന്ന് എണ്ണുക, ഇത് പകുതി ആയപ്പോഴേ ഉള്ള ഒന്ന് നമ്മൾ എണ്ണി, വീണ്ടും അവിടെ തന്നെ താഴെ വരുമ്പോൾ രണ്ട്. ഈ ഒരു അളവാണ് രണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്താൽ നമുക്ക് നേരെയാകും, കണ്ടില്ലേ? അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും ഇത് നേരെ താഴെ വരുമ്പോൾ രണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. കാരണം ഞാനിപ്പോ ഇവിടെ കിടക്കുന്ന ഒരു വീല് വീണ്ടും ഞാൻ രണ്ട് തിരിച്ചാൽ ഏതെങ്കിലും വഴിക്കൂടെ പോകുന്നുണ്ട്, ഒന്ന് ഉണ്ട് ഇവിടെ വരുന്നേ ഉള്ളൂ, എന്ത് വന്നില്ല. കാരണം ഇതിന്റെ അളവ് കുറവായതുകൊണ്ട് എന്ത് ചെയ്യും, ഏതെങ്കിലും ഭാഗത്തോട്ട് തിരിഞ്ഞു പോയി കിടക്കും. ഇപ്പൊ ഇവിടെ ഉദാഹരണത്തിന് ഇവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ഒന്ന് രണ്ട്, കണ്ടോ വീല് കിടക്കുന്ന എങ്ങോട്ടാന്ന് നോക്കി,
ഏതായാലും വഴിക്കൂട്ട് തിരിഞ്ഞു കിടക്കും. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു ഭാഗം നോക്കിക്കൊണ്ട് ചെയ്യാതെ ഈ പറയുന്ന രീതിയിൽ തന്നെ ചെയ്താൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് വീടിന്റെ പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്ന സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട്, അല്ല ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാനത് ചെയ്യുന്നതായിരിക്കും. തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഈ ഒരു ചാനൽ ജോ ഡ്രൈവിംഗ് എന്ന ചാനൽ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും കമന്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സംശയങ്ങൾ നിങ്ങൾക്ക് വീഡിയോ രൂപത്തിലോ കമന്റ് ആയിട്ടോ പറഞ്ഞു തരുന്നതായിരിക്കും. കൂടുതലായിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ കമന്റ് ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ക്ഷമിക്കണം എന്നോട്. എനിക്ക് ഇൻസ്റ്റയിലത്തെ കമന്റുകൾ അധികം കാണാനും കഴിയുന്നില്ല. വന്നു കഴിഞ്ഞാൽ എടുത്ത് നോക്കുമ്പോഴത്തേനെ പിന്നെ നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേനെ ആർക്കാ മെസ്സേജ് കൊടുക്കുന്നത് പിന്നെ കമന്റ് കാണുന്നില്ല. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇൻസ്റ്റ വഴി കമന്റ് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് അതിന്റെ കമന്റ് കാണാൻ കഴിയുന്നില്ല. നിങ്ങൾ ഫേസ്ബുക്കോ അതുപോലെ തന്നെ യൂട്യൂബോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ആ ഇൻസ്റ്റ കാണുന്നവരാണെങ്കിൽ അവർ നിങ്ങൾ തന്ന കമന്റ് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ കമന്റ് കണ്ട് വായിച്ചതിന് മറുപടി ഞാൻ തരുന്നതായിരിക്കും. നിങ്ങൾ എന്താ യൂസ്ഫുൾ ആയെന്നുള്ളതും അത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ